നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഇത് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതുന്ന എന്തായാലും അത് ജാഗ്രതയോടെ മാത്രം കൊണ്ടുപോകണം. പ്രത്യേകിച്ച് മരുന്നുകൾ. മറ്റുള്ളവർ തരുന്ന മരുന്നുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കരുത് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു അറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് UAE. സ്വന്തം ഉപയോഗത്തിനുള്ള മരുന്നുകളായാലും UAEയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ തന്നെ കുടുങ്ങുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. താമസ സന്ദർശക വിസക്കാർക്ക് നിയമങ്ങൾ ഒരുപോലെ ബാധകമാണ്. മരുന്നുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നത് കണക്കിലെടുത്താണ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുക. കൺട്രോൾഡ്, സെമി കൺട്രോൾഡ് വിഭാഗത്തിലെ മരുന്നുകൾക്ക് UAE ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക പെർമിറ്റ് നിർബന്ധമാണ്. മറ്റു മരുന്നുകൾക്ക് ഇത് ആവശ്യമല്ല എങ്കിലും പരിധിയിൽ കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പെർമിറ്റിന് ഓൺലൈനിൽ അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.mohp.gov.ae. ലോകരാജ്യങ്ങളിൽ ലഭ്യമായ ഭൂരിഭാഗം മരുന്നുകളും UAEയിലെ ഫാർമസികളിലും ആശുപത്രികളിലും ലഭ്യമാണ്. ചില മരുന്നുകളുടെ കാര്യത്തിൽ നിരോധനവും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യാന്തര തലങ്ങളിൽ വിവിധ ലഹരി മരുന്നുകൾ ശാസ്ത്ര പഠന ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചികിത്സാ രംഗത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ കൈവശം ഇവ എത്താതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി ഇവ കൈമാറ്റം ചെയ്യപ്പെടുന്നതും ലഹരി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും കർശനമായി തടയണമെന്ന് രാജ്യാന്തര ചട്ടങ്ങൾ അനുശാസിക്കുന്നു. ചില രോഗങ്ങളുടെ കാഠിന്യവും മറ്റ് പ്രത്യേകതകളും കണക്കിലെടുത്ത് ഡോക്ടർമാരുടെ അനുമതിയോടെ തന്നെ നിയന്ത്രിത അളവിൽ രോഗികൾക്ക് നൽകുന്നതാണ് രാജ്യാന്തര ചട്ടം. രോഗം, മരുന്ന്, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. പരിശോധിച്ച ഡോക്ടർ 3 മാസത്തിനുള്ളിൽ നൽകിയ കുറിപ്പടി, ചികിത്സിച്ച സ്ഥാപനം നൽകിയ 1 വർഷത്തിനകമുള്ള റിപ്പോർട്ട്, ആരോഗ്യം സംബന്ധിച്ച രേഖകൾ, എമിറേറ്റ്സ് IDയുടെയോ പാസ്പോർട്ടിന്റെയോ പകർപ്പ് എന്നിവ കയ്യിൽ കരുതിയിരിക്കണം. ചികിത്സ സ്വീകരിച്ച രാജ്യത്തെ ഹെൽത്ത് അതോറിറ്റിയുടെയോ ചുമതലപ്പെട്ട മറ്റ് വകുപ്പുകളുടെയോ UAE എംബസിയുടെ രേഖകളും കരുതിയിരിക്കണം. UAE ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ സമ്മതപത്രം നൽകും. തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും പരിശോധനകൾ പൂർത്തിയാക്കി മാത്രമേ യാത്രക്കാരന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഔഷധങ്ങൾ എന്ന വ്യാജേന ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് തടയാൻ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. കുടവയറും വിഗുമടക്കമുള്ള പ്രായോഗികങ്ങൾ ഉപയോഗപ്പെടുത്തി ലഹരി മരുന്ന് കടത്തുന്നവരെ ഒറ്റനോട്ടത്തിൽ കെണിയിലാക്കാൻ സ്മാർട്ട് വിദ്യകളും കസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. വിഗ്, കൃത്രിമ കുടവയർ എന്നിവയ്ക്കുള്ളിലും സ്റ്റാമ്പുകളിലും പശയിലും വരെ ലഹരി മരുന്ന് കയർപ്പറ്റിയത് കണ്ടെത്തിയിരുന്നു. വീൽചെയറുകൾ, ചോക്ലേറ്റ്, ജ്യൂസ്, തേൻ, ബദാം, മസാലപ്പൊടി, പഴക്കുടകൾ എന്നിവയിൽ ഒളിപ്പിച്ചു കടത്താനുള്ള നീക്കങ്ങളും കസ്റ്റംസ് പിടികൂടിയിരുന്നു. സ്വർണം ദ്രവരൂപത്തിൽ കുപ്പിയിലാക്കുക, സ്വർണ്ണപ്പാളികൾ ചുറ്റി കട്ടി കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, സ്വർണ്ണ നൂലുകൾ കൊണ്ട് വസ്ത്രങ്ങളിൽ അലങ്കാരപ്പണി നടത്തുക എന്നിങ്ങനെ തന്ത്രങ്ങൾ ഏറെയാണ്. ഇവരെ ഒരു കാരണവശാലും UAE വെറുതെ വിടില്ല. തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.